പട്ടാമ്പി നഗരസഭ ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസത്തിൽ പ്രതികരിക്കാതെ V4 മുന്നണി. UDFും LDFും പ്രതികരിച്ചിട്ടും V4 നേതാക്കൾ പാലിക്കുന്ന മൗനത്തിൽ ഇരു മുന്നണികളും ഒരുപോലെ ആശങ്കയിലാണ്. ഏറെ രാഷ്ട്രീയ കളികൾക്കും കരുനീക്കങ്ങൾക്കും ഒടുവിലാണ് UDF പിടിച്ചടക്കി വച്ചിരുന്ന പട്ടാമ്പി നഗരസഭ ഭരണം LDFിന്റെ കൈകളിലെത്തിയത്. അതും കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം രൂപീകരിച്ച V4 മുന്നണിയുടെ പിന്തുണയോടെ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവ് TP ഷാജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച V4 പട്ടാമ്പി മുന്നണിയുമായി LDF വ്യക്തമായ ധാരണയുണ്ടാക്കിയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ LDF നേരിട്ടത്. മത്സരിച്ച 6 സീറ്റിലും V4 മുന്നണി LDFിന്റെ പിന്തുണയോടെ വൻ വിജയം നേടി. UDF 11ഉം LDF 10ഉം BJP 1 സീറ്റും നേടി. ഭൂരിപക്ഷം UDF നേടിയെങ്കിലും V4 പിന്തുണയോടെ LDF V4 സഖ്യം ഭരണം പിടിച്ചെടുത്തു. LDFിലെ O ലക്ഷ്മിക്കുട്ടി ചെയർപേഴ്സണും V4ലെ TP ഷാജി വൈസ് ചെയർമാനുമായി. തുടർന്ന് 2 വർഷക്കാലം കാര്യങ്ങൾ സുഗമമായി പോയെങ്കിലും സഖ്യത്തിനുള്ളിൽ പൊട്ടലുകളും ഭിന്നതകളും ഉടലെടുത്തു. നഗരസഭയുടെ പല പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തി അവഗണിച്ചതായി V4 നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. V4 നേതാവ് TP ഷാജിയും പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിനും തമ്മിൽ ചില പ്രശ്നങ്ങളുള്ളതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വന്ന അവിശ്വാസത്തിൽ UDFും LDFും പ്രതികരിച്ചിട്ടും V4 നേതാക്കൾ പാലിക്കുന്ന മൗനം ഇരു മുന്നണികളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുകയാണ്. പ്രമേയ ചർച്ച വരുമ്പോൾ V4ന്റെ നിർണായക നിലപാടാകും നഗരസഭാ ഭരണത്തിന് ഭാവി തീരുമാനിക്കുക. CCN പട്ടാമ്പി.